ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്ന വീഡിയോ ബജാജ് CNGന്റെ കുട്ടി ഓട്ടോറിക്ഷൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുണ്ട്. സെൻസർ വാഹനമായതുകൊണ്ട് തന്നെ ഇത് വാട്ടർ സർവീസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതും അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും മറുപടി ആയിട്ടും നമ്മൾ വരുന്നത്. ഇതിൻ്റെ മൈലേജ് ഇത് ഞാൻ 5 മാസത്തോളം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്കാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്, വേറെ ആരും പറഞ്ഞു കേട്ടതോ വേറെ ഒരാളുടെ അഭിപ്രായങ്ങളോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കാണാം. നമ്മളിത് വാട്ടർ സർവീസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വാഹനം സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്ടർ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും വെള്ളം അടിച്ച് തന്നെ സർവീസ് ചെയ്യും നമ്മൾ. അപ്പോൾ അത് എങ്ങനെയാണ്, അതിനോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചളി പിടിച്ചിട്ടുണ്ട് നമ്മളെ വാഹനം. അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ നമ്മളെ വാഹനം വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് സെൻസർ ആയതുകൊണ്ട് ഈ വാഹനം വാട്ടർ സർവീസ് ചെയ്യാൻ കഴിയുമോ ഇല്ലെന്നായിരുന്നു. ഇത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ കേടും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ട് CNG വാഹനം എൻ്റെ കയ്യിലുള്ള ഈ ബജാജിൻ്റെ CNG വാഹനത്തിന് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരുപാട് സർവീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർക്കൊക്കെ വാട്ടർ സർവീസ് ചെയ്യാൻ കേടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5 മാസത്തിലേറെയായി. ഈ 5 മാസത്തിനുള്ളിൽ ഞാൻ ഈ വാഹനം വാഷ് ചെയ്തിട്ടുള്ളത് മുഴുവൻ വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് അതിൻ്റെ കാരണം കൊണ്ട് ഒരുവിധ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരുപാട് ആളുകളെ സംശയമാണ് ഈ വാഹനത്തിന് എത്ര മൈലേജ് കിട്ടും. എനിക്കിപ്പോൾ മൈലേജ് CNG അടിക്കുമ്പോൾ 1 കിലോമീറ്റർ 50 കിലോമീറ്ററോളം ഈ വാഹനം ഓടുന്നുണ്ട്. പെട്രോൾ ആണെങ്കിൽ 30 കിലോമീറ്ററോളം ഓടുന്നുണ്ട്. പിന്നെ യാത്രേൻ്റെ കാര്യത്തിലൊക്കെ എല്ലാം കൊണ്ടും സ്മൂത്തായിട്ടുള്ള യാത്രയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഞാൻ സദാ ഡീസലും പെട്രോൾ ഓട്ടോറിക്ഷ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല പവറും ഉണ്ട്. പിന്നെ ഒരു 5 ആളെ വെച്ച് വരെ ഞാൻ ഈ വാഹനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റൊക്കെ കയറിയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് തന്നെ ടോപ്പ് ഗിയർ തന്നെ വാഹനം ഓടാറുണ്ട്. എല്ലാ വാഹനങ്ങളും സർവീസ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും വെള്ളം അടിച്ചാണ്ട് തന്നെ ഇത് സർവീസ് ചെയ്യാൻ പറ്റുമോ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് വെള്ളം അടിച്ചാണ്ട് ഇത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കംപ്ലൈൻ്റ് ആവും, പിന്നെ സ്റ്റാർട്ട് ആവില്ല എന്നൊക്കെ. എനിക്ക് യാതൊരു വിധത്തിലും ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആർക്കും ധൈര്യമായിട്ടും സർവീസ് ചെയ്യാം, വാട്ടർ സർവീസിങ് ചെയ്യാം.